അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവളൊരു ഹോട്ടലിലേക്ക് കയറി. അവിടെയാണെങ്കിൽ മറ്റേ ആ ഗുണ്ട ഇരിപ്പുണ്ടായിരുന്നു. നീന്റെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചല്ലേ ഇവിടെ ഇരിക്കും, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു അയാൾ. മനസ്സില്ലാ മനസ്സോടെ അവൾ അവിടെ ഇരുന്നു. എന്നിട്ട് പൂരിയും കടലയും വേണമെന്ന് വേട്ടോട് പറയുകയായിരുന്നു. പക്ഷെ ആൾക്കാർ സംസാരം കാരണം അയാൾക്കൊന്നും കേട്ടുകൂടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ ഗുണ്ട വാ അടച്ചിരുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. വാ അടച്ചിരുന്ന് എങ്ങനെയാ ചേട്ടാ കഴിക്കുന്നേ എന്ന തഗ് റിപ്ലൈയുമായിട്ട് ബേക്കിൽ ഒരു പെണ്ണ് വന്നു. അടി കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ആ പറഞ്ഞ ആളെ കാണിച്ചു കൊടുത്തു. മിണ്ടാതിരുന്ന് കഴിച്ചില്ലെങ്കിൽ വാ കീറിക്കളയെന്നാണ് ആ ഗുണ്ട പറഞ്ഞത്. അങ്ങനെ ഇവള് കഴിച്ചതിന്റെ ബില്ല് കൊടുക്കാൻ ചെന്നപ്പോ നിങ്ങൾ പൈസ തരണ്ട, മറ്റേ പുള്ളി തന്നു എന്ന് വെയിറ്റർ പറഞ്ഞു. കൂടാതെ അയാളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് ആ വെയിറ്റർ പൊക്കിയടിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ചെറിയൊരു പ്രണയം ഇവളുടെ മനസ്സിൽ പൂവിട്ട് മുളച്ചതായിരുന്നു. പക്ഷെ അവനത് മുളയിലെ നുള്ളിക്കളഞ്ഞു. വഴിയിൽ കാത്തുനിന്ന് കണക്ക് പറഞ്ഞ് പൈസ മൊത്തം തിരിച്ചങ്ങ് വാങ്ങിച്ചു. ഹോട്ടലുകാർ ഒന്ന് ഇംപ്രസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അവനപ്പോ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവള് പൂവാൽശല്യം കാരണം പെപ്പർ സ്പ്രേ മേടിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് കയറി. പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങെടുക്ക് മോളെ, ഞാൻ കാണിച്ചു തരാമെന്ന് ആ കടയിലുള്ള ചേച്ചി പറഞ്ഞു. എന്നിട്ട് ഭർത്താവിന്റെ കണ്ണിലേക്ക് അങ്ങ് അടിച്ചു വിട്ടു കൊടുക്കുന്നു.